ഇവളുടെ മറ്റവൻ ശിവൻ, അവനാ കളക്ടറെ കെട്ടിയെന്ന്. ഞാനിത് വിശ്വസിക്കില്ല. അറിയാം നീ വിശ്വസിക്കില്ലെന്ന്. അതുകൊണ്ട് തെളിവ് സഹിതോ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ചടങ്ങിന്റെ രീതിയിൽ തന്നെ നടക്കട്ടെ. ആരുമില്ലാന്ന് പറയുന്ന പ്രകാശിന്റെ സങ്കടം അങ്ങ് മാറട്ടെ. ഒരൊറ്റ നിമിഷം കൊണ്ടാ പ്രകാശന് അച്ഛനെയും അമ്മയും ഒരു പെങ്ങളെയും കിട്ടിയത് അല്ലേ? മോളെ അതീതാ. വലത് കാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറി വാ മക്കളെ. കേറി വാ മോളെ. വാ കയറി വാടാ. ഇനി ഇവർക്ക് മധുരം കൊടുക്കണം. മധുരം ഉള്ളത് എന്തോ ആവാം. ലഡു ആയാലോ? ആയിക്കോട്ടെ, എടുത്തോണ്ട് വാ. സബ് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. ഞാൻ ആ തിരക്കിനടി മറന്നുപോയതാ. എന്തായാലും അത് ഇവിടെ കൊടുക്കാൻ സാധിക്കുമല്ലോ. എടാ നോക്കി നിൽക്കാൻ പിന്നെ വണ്ടി നിർത്തിട്ട് വാ. നിങ്ങൾ രണ്ടുപേരും വന്ന കാലം നിൽക്കാതെ അവിടെ ഇരിക്കേ. പിടിച്ചിരുത്തടി. ഇരുത്ത്. വന്നിരിക്കും മോളെ. ഇരിക്കും മോളെ. പ്രകാശ് ഇരിക്ക്. ലഡു റെഡി. ശിവ, നീയാണ് ആദ്യം കൊടുക്കേണ്ടത്. എടാ വാ തുറക്കട കമല. വിവാഹ ചടങ്ങുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് ആകണമെങ്കിൽ 1 മാസത്തെ സമയം വേണം. അതുവരെ രണ്ടുപേരും 2 സ്ഥലത്തായിട്ട് താമസിക്കണം. പിന്നെ പ്രകാശൻ മധുരയിലെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത ശേഷം അവിടെ ഒരു വീടെടുക്ക്. എന്നിട്ട് ചന്ദ്രയങ്ങ് കൊണ്ടുപോയിക്കോ. അതുപോലെ അല്ലടാ? അങ്ങനെ ചെയ്യാം. എന്തായാലും 1 മാസത്തെ സമയമുണ്ടല്ലോ. അതിനുള്ളിൽ തന്നെ ഞാൻ എല്ലാം ശരിയാക്കാം. നിങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങേണ്ടത് ഇവിടെയല്ല, അങ്ങ് മധുരയിലെ വീട്ടിലായിരിക്കണം. അപ്പോ 2 പേർക്കും അഡ്വാൻസ് ആയി നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുന്നു. അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ശരി, ഞാൻ ഇപ്പൊ വരാം. എന്താ ശിവ? അല്ല ഏട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ ഒന്ന് പോണം. സുഹൃത്തുക്കളെ, ഇതൊരു മാറ്റത്തിന്റെ മണിമുഴക്കമാണ്. വലിയൊരു മാറ്റമാണ്. സ്ത്രീ അടിച്ചമർത്തപ്പെട്ട് അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ലെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ കളക്ടർ. ഇത് അഭിനന്ദനം അർഹിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോ ഇന്നു മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ ശാലിനി വിഷ്ണു ശാലിനി ശിവനായി അറിയപ്പെടുമെന്ന് ഞാൻ ഔദ്യോഗികമായി അറിയിക്കുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു ആ മഹത്തായ ചടങ്ങ്. രജിസ്റ്റർ ഓഫീസിൽ വച്ച് വിരലിലെണ്ണാവുന്ന ആൾക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. ഇതെന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണെന്നും
നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ സൂക്ഷിക്കുകയല്ല, പുറത്തറിയുക തന്നെയാണ് വേണ്ടതെന്നും ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് മാഡത്തിന്റെ കല്യാണ സമയത്തെടുത്ത ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇതൊരു പുതിയ മുന്നേറ്റമാണ് കളക്ടർ ശാലിനി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. പണ്ട് ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ചാടി ഭാര്യയും ജീവൻ ഒടുക്കണമെന്നൊരു വലിയ ദുരാചാരമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഭർത്താവ് ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയാൽ ഭാര്യ കരഞ്ഞു പിഴിഞ്ഞാവന്റെ കുട്ടികളെ നോക്കി വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ലെന്ന് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ കളക്ടർ. അതിനാണ് നമ്മൾ കൈയടിക്കേണ്ടത്. സുഹൃത്തുക്കളെ, ആ നിശ്ചയദാർഢ്യത്തിനും എടുത്ത തീരുമാനത്തിനും നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സ്ത്രീ അബലയല്ല, തീയാണ്, തീ പന്തം. ഇത് എന്റെ ജീവിതമാണ്, ഇത് എങ്ങനെയാവണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാണ് എന്ന് പറയുന്ന ശാലിനി മാഡം ആകട്ടെ ഇന്നു മുതൽ നമ്മുടെ റോൾ മോഡൽ. ശാലിനി വിഷ്ണു ശാലിനി ശിവനായി മാറിയ ഈ അഭിനന്ദനം അർഹിക്കുന്ന നിമിഷത്തിൽ ഈ എളിയ സഹപ്രവർത്തകന്റെ ഒരു ചെറിയ സന്തോഷം. കല്യാണത്തിന്റെ ചെലവ് മാഡം നേരിട്ട് നടത്തും. ഇത് എന്റെ സന്തോഷത്തിന് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ട്രീറ്റ്. അങ്ങനെ മാത്രം കരുതിയാ മതി. ആനു, ലഡ്ഡു. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കുന്നു. വിടില്ല ഞാൻ അവളെ. ശ്യാമേ, അമ്മ പോയപ്പോ വല്ലാത്തൊരു ശൂന്യതയായല്ലേ? ശരിയാ, വീട് ഉറങ്ങിന്ന് തന്നെ പറയാം. അമ്മയുടെ ലോകമായിരുന്നു ഇത്. എന്റെ ഓർമ്മ മുതല് അമ്മ ഇവിടെ തന്നെ ഉണ്ട്. ഒരിടത്തേക്ക് അമ്മ പോവാറില്ല. ഹോട്ടലിൽ പണിയുള്ളതുകൊണ്ട് സ്വന്തക്കാരുടെ കല്യാണം വന്നാൽ പോലും അമ്മ പോയിട്ട് അപ്പൊ തന്നെ തിരികെ വരും. അധികം താമസിക്കുന്നത് അത്ര അത്യാവശ്യം വന്നാൽ മാത്രമാ. ആ അമ്മയാ കുറേ നാളത്തേക്ക് വീട് വിട്ട് നിൽക്കാനായി പോയിരിക്കുന്നേ.